പ്രിയപ്പെട്ടവരെ, ഫലസ്തീനികൾ ഇവരോട് എന്ത് തെറ്റാ ചെയ്തത്? ഹമാസ് നോക്കൂ, ഹമാസിനെ തന്നെ എടുത്തോളൂ. ഹമാസ് ലോക ഭീകരർ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഹമാസ് ഫലസ്തീന്റെ വെളിയിലിറങ്ങി ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ നേരെ ഒന്ന് തുപ്പുക പോലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഒരു ഗ്രേറ്റർ ഇസ്രയേൽ സ്വപ്നം കണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിന് നേരെ ലോകം ചെറുവിരനനക്കുകയില്ല അവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത് വരെ. ഈ പദ്ധതി ഇട്ടത് ബ്രിട്ടനാണ്. അമേരിക്കയുടെ പിന്തുണയുണ്ട്. ഇതിനെയാണ് യഥാർത്ഥത്തിൽ ഹമാസ് ചോദ്യം ചെയ്യുന്നതെന്ന് അറിയാതെ, ഇതിനാണ് നമ്മളെല്ലാവരും ഫലസ്തീനൊപ്പം നാം നിൽക്കുന്നതെന്ന് നാം പോലും പലപ്പോഴും അറിയുന്നില്ല. ഗ്രേറ്റർ ഇസ്രയേലിന്റെ ലക്ഷ്യം അവർക്ക് പൂവണിയുന്നത് എപ്പോഴെന്നറിയുമോ? മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുത്രനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിത പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ, ആ ദേവാലയം അതിന്ന് അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഒരിക്കൽ കൂടി പൊളിച്ചൊരു തേർഡ് ടെമ്പിൾ, മൂന്നാം ക്ഷേത്രം, മൂന്നാം ദേവാലയം പണിത് വിശാല ഇസ്രയേൽ ലക്ഷ്യം നേടി ഇന്ന് ബ്രിട്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ ആബിയിൽ സ്ഥിതി ചെയ്യുന്ന ഡേവിഡിന്റെ ത്രോൺ ഓഫ് ഡേവിഡ് അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടല്ലാതെ ഞങ്ങൾക്ക് വിശ്രമമില്ലെന്ന് പ്രഖ്യാപിച്ച ഗ്രേറ്റർ ഇസ്രയേൽ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ഇസ്രയേലിന്റെ പദ്ധതികളുടെ ഇരയാണ് ഈ പാവപ്പെട്ട ഫലസ്തീൻ മക്കളെന്നറിയാതെയാണ് 57% ഭൂമി 93% നഷ്ടപ്പെട്ടു. ഇനിയുള്ള 6% അവർക്ക് ബാക്കിയുണ്ടാകുമെന്ന് ഉറപ്പ് നൽകാൻ ലോകത്തെ ഏത് ശക്തിക്കാ കഴിയുക? അമേരിക്കയ്ക്ക് ഉറപ്പ് നൽകാൻ കഴിയോ? ബ്രിട്ടന് കഴിയോ? പറയുമ്പോ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് മതമല്ലേ, ഫലസ്തീന്റെ പേരിലല്ലേ നിങ്ങൾ ഒച്ച വെച്ചുള്ളൂ, നിങ്ങൾ ഇതിനു മുമ്പ് നടന്നതിനെതിരിൽ മിണ്ടിയോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, മിണ്ടിയില്ലേ? നാം മിണ്ടിയവരല്ലേ? മുസ്ലിമിന്റെ പ്രശ്നത്തിലല്ല മുസ്ലിം സമുദായം ഇടപെടുന്നത്. ഞാൻ ഓർക്കുന്നു, ഒന്നല്ല എല്ലാ ജുമാ പ്രഭാഷണങ്ങളിലും നമ്മുടെ പണ്ഡിതന്മാർ ഒരു വട്ടമല്ലെങ്കിൽ പലവട്ടം നമ്മൾ ഉക്രൈൻ അനുകൂലമായി യുദ്ധം എത്രയും വേഗം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടണമെന്ന് നാം പ്രസംഗിക്കുന്നവരാണ്. നാം എപ്പോഴും നീതിയോടൊപ്പമാണ്, യുദ്ധത്തിനെതിരാണ്, സമാധാനത്തോടൊപ്പമാണ്. മണിപ്പൂർ പ്രശ്നം മുസ്ലിമിനെ ബാധിച്ച പ്രശ്നമാണോ? ആണോ? പക്ഷെ മണിപ്പൂരിൽ മാസങ്ങൾ പിന്നിട്ടിട്ടും മിണ്ടാതെ വാതുറക്കാതിരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരിൽ ഇവിടുത്തെ ക്രൈസ്തവ സമുദായം അവരുടെ മക്കളാണ് അവിടെ പിടഞ്ഞു വീണ് മരിക്കുന്നതെന്നറിഞ്ഞിട്ടും അതിനെതിരിൽ ഏറ്റവും ശക്തമായി കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ ബഹുമാന്യരായ നേതാക്കന്മാരടക്കം അവിടെ പോയി ഇല്ലേ, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഒരു മുസ്ലിമും മണിപ്പൂരിൽ കൊല്ലപ്പെട്ടപ്പോഴായിരുന്നില്ല അത്. എത്രയോ ജുമാ പ്രഭാഷണങ്ങളിൽ ഈ വിനീതനടക്കമുള്ള ഞങ്ങളുടെ പണ്ഡിതന്മാർ മണിപ്പൂരിലെ ഈ നിഷ്ഠൂര കൃത്യത്തിന് അറുതി വരണമെന്ന് ഞങ്ങൾ പ്രസംഗിച്ചവരാണ്. ഫലസ്തീൻ വന്നപ്പോ മാത്രം ജാതിയും മതവും നോക്കി പറയുന്നതല്ലിത് എന്ന് ഈ സന്ദർഭത്തിൽ അത്തരം തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് ശ്രമിക്കുന്നവരോട് നമുക്ക് തുറന്നു പറയേണ്ട ഒരു സമയമാണിത്. എന്റെ ഏറ്റവും പ്രിയങ്കരനായ ഒരു ക്രൈസ്തവ സുഹൃത്ത്, വളരെ പ്രധാനിയാണ്. ആ സുഹൃത്തുമായി ഞാൻ ഈ വിഷയം ഞങ്ങൾ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്തപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, സുഹൃത്തേ, ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇമാം ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരോട് മുഴുവൻ ചർച്ച ചെയ്തപ്പോൾ അവരതിന് പറയുന്ന ഉത്തരം പരിഹരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പരിഹാരമെന്നാണ്. പരിഹരിക്കാതിരിക്കുകയാണ് പരിഹാരം. ഇതാണ് അജണ്ട. ഇത് മുസ്ലിമീങ്ങളുടെ മാത്രമൊന്നുമല്ല. നോക്കൂ, മാർക്സിസ്റ്റ് പാർട്ടി സമ്മേളനം നടത്തുന്നു, മുസ്ലിം ലീഗ് നടത്തി, കോൺഗ്രസും ഇതിന്റെ പിന്നാലെയുണ്ട്. ഇവിടെ മതമില്ല. അമേരിക്കയിൽ, യൂറോപ്യൻ നാടുകളിൽ, അർജന്റീനയിൽ, ഇസ്രയേലിൽ വരെ ഫലസ്തീൻ അനുകൂലമായ ഐക്യദാർഢ്യം ശക്തിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പാവപ്പെട്ട ഫലസ്തീനികളുടെ 12,000 ബലിച്ചോരയ്ക്ക് അല്ലാഹു നൽകുന്ന വിലയാ, യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഈ ഭീകര സമൂഹത്തിന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് അവർ പണ്ടേ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയെ വലുതാക്കുക, ഇതുപോലെ നിസ്സഹായാവസ്ഥ അതിന്റെ ഏറ്റവും കനം തൂങ്ങി നിൽക്കുന്ന നാളുകളിലാണ് അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത്. ചരിത്രത്തിൽ എന്നും അങ്ങനെയാണ്. കടലിൽ മൂസയെ സഹായിച്ച അലൈഹിസ്സലാം, തീയിൽ ഇബ്രാഹിമിനെ സഹായിച്ച അള്ളാഹ് തീർച്ചയായും ഇടപെടും ഒരു നിമിഷം എന്ന വൻ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിലേക്ക് നമുക്ക് കൈകൾ ഉയർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഫലസ്തീൻ പ്രശ്നം എന്നൊരു ആഗോള മനുഷ്യാവകാശ പ്രശ്നമായി മനുഷ്യത്വമുള്ള മുഴുവൻ മനുഷ്യരുടെയും മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പരിസര മേഖലകളിലെല്ലാം ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ അതിശക്തമാം വിധം നടന്നു വരുന്നത്. ഫലസ്തീൻ പ്രശ്നത്തിൽ നാം ഇവിടെ പ്രതികരണം രേഖപ്പെടുത്തുകയും പ്രതിഷേധ പ്രകടനങ്ങളും ഐക്യദാർഢ്യ സമ്മേളനങ്ങളും നടത്തുകയും ചെയ്യുമ്പോൾ ബഹുമാന്യനായ MLA സൂചിപ്പിച്ച ഒരു സംഗതിയുണ്ട്. ഇങ്ങനെ ഇത് മുന്നോട്ട് പോയാൽ ഞങ്ങൾ ഹമാസിന് എതിരായി അല്ലെങ്കിൽ ഫലസ്തീനെതിരായി അനുകൂല സമ്മേളനങ്ങൾ നടത്തുന്നതിലേക്ക് പോകുമെന്ന് ഒരു ഇന്ത്യയുടെ മന്ത്രി നമ്മുടെ മലയാള മണ്ണിൽ നിന്ന് പ്രഖ്യാപിക്കുന്നിടത്തേക്ക് പ്രശ്നത്തെ അതിൻ്റെ എല്ലാ ഭവിഷ്യത്തും മറന്നുകൊണ്ട് വൈരനിര്യാതനത്തിനുള്ള ഒരു സന്ദർഭമാക്കി മാറ്റാൻ നമ്മെ ഭരിക്കുന്ന നമ്മുടെ ഭരണകൂടത്തിൻ്റെ ക്യാബിനറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രിസഭയിൽ അംഗമായ ഒരാൾ മലയാള മണ്ണിൽ പറയുന്നിടത്ത് ഒരു വശത്ത് അങ്ങനെ ചിലർ, നേരത്തെ ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് നാം കേട്ടു, വീണ്ടും കേന്ദ്രമന്ത്രിമാരാൽ അത് ആവർത്തിക്കപ്പെടുമ്പോൾ ഏറ്റവും നിഷ്ഠൂരമായ ക്രൂരവും ചരിത്രത്തിൽ ഇന്ന് വരെ നമ്മുടെ മഹത്തായ രാജ്യം, നമ്മുടെ രാജ്യത്തിൻ്റെ മഹിതമായ ചേരിചേരാ നയത്തിന്റെ പേരിൽ നമ്മൾ എക്കാലവും അഭിമാനം കൊണ്ടിട്ടുള്ളവരാണ്. അമേരിക്കൻ ചേരിയോട് ചേരാതെ, റഷ്യൻ ചേരിയോട് ചേരാതെ മൂന്നാം ലോക ശക്തികളെ കൂട്ടുപിടിച്ച് മാർഷൽ ടിറ്റോയോടൊപ്പം ഈജിപ്തിലെ ജമാൽ അബ്ദുൽ നാസറോടൊപ്പം ചേർന്ന് നമ്മുടെ രാജ്യത്തിന്റെ എക്കാലത്തെയും അഭിമാനമായ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ചെടുത്ത പ്രശ്നാധിഷ്ഠിതവും സത്യാധിഷ്ഠിതവുമായ ഒരു അന്തർദേശീയ നിലപാട് ഇന്ത്യ രാജ്യം ഉയർത്തിപ്പിടിച്ചിരുന്നുവെങ്കിൽ ആ മഹനീയമായ നിലപാടിന് ഇന്ത്യയുടെ രാഷ്ട്ര നേതാക്കന്മാരെയും രാഷ്ട്രശില്പികളെയും പ്രേരിപ്പിച്ചതിന്റെ പിന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രപിതാവിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു എന്നതൊരു പരമാർത്ഥമാണ്. പരമ്പരാഗതമായ നമ്മുടെ രാജ്യത്തിന്റെ ധാർമ്മികതയുടെ എല്ലാ നിലപാടുകളുടെയും അടിത്തറ മാന്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിനൊരു ധാർമ്മികതയുമില്ല, നമ്മുടെ രാജ്യത്തിനൊരു നീതിബോധവുമില്ല. ഞങ്ങൾ മുഖം നോക്കിയും പക്ഷം നോക്കിയും മാത്രം ഇടപെടുന്നവരാണ്. ആരോട് അനീതി എവിടെയെന്നുള്ളതല്ല പ്രശ്നം, ആരോടെന്നതാണ് പ്രശ്നമെന്ന് പ്രഖ്യാപിക്കുന്ന ഭരണാധിപന്മാരാൽ നയിക്കപ്പെടുന്ന ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഇതോടൊപ്പം നാം അറിയാതെ നമ്മുടെ രാജ്യത്തിന്റെ അന്തർധാരയിൽ അരങ്ങേറുകയാണ്. നമ്മളിവിടെ സമ്മേളനങ്ങൾ നടത്തി, നാം ധാരാളം വൈകാരികമായ പ്രസംഗങ്ങൾ നടത്തി പോകുന്നതിനപ്പുറത്ത് ബഹുമാന്യനായ കബീർ സാഹിബ് ചില ചോദ്യങ്ങൾ എടുത്തുപിടിച്ച് അതിന് സദസ്സിനോട് മറുപടി പറയാൻ ശ്രമിച്ചിരുന്നു. ഹമാസ് ഭീകരന്മാരാണ് എന്ന് ഇന്നും പലരും പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഹമാസിന്റെ 7-ാം തീയതിയിലെ ആക്രമണം ഭീകരാക്രമണമായിരുന്നു എന്ന് അന്താരാഷ്ട്ര സമൂഹങ്ങളോട് ബന്ധമുള്ള ചിലരൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഹമാസ് ഭീകരന്മാരല്ലായിരുന്നു എന്ന ആർജവത്തോടുകൂടി പറയാൻ ഇന്ത്യയിലെ ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ മതേതര പ്രസ്ഥാനങ്ങളുടെ എല്ലാം നേതാക്കന്മാർ നമ്മുടെ ഈ വേദിയിൽ തന്നെ നാം കണ്ടതാണ്. അവർ സന്നദ്ധരായി രംഗത്ത് വന്നു എന്നുള്ളത് ഈ ക്യാമ്പയിനിന്റെ ഏറ്റവും ഗുണപരമായ ഒരു മാറ്റമായി വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും അക്കാര്യത്തിൽ നമ്മോടൊപ്പം ഉണ്ടാകുന്നു. ഇന്നലകളിൽ അത് തുറന്നു പറയാൻ പലരും മടിച്ചുവോ എന്ന് നാം ഭയന്നിടത്ത് നിന്ന് യാതൊരറപ്പും മടിയുമില്ലാതെ കൂസലുമില്ലാതെ ഞങ്ങൾ ഹമാസിനോടൊപ്പം തന്നെയാണ് എന്ന് പറയാൻ കാണിക്കുന്ന ഈ ആർജവത്തിന്, ഈ തന്റേടത്തിന് ആഗ്രഹിച്ചാൽ പോലും പറയാൻ കഴിയുമായിരുന്നില്ലാത്ത ആ ആർജവത്തിലേക്ക് നമ്മുടെ രാഷ്ട്രത്തിന്റെ മതേതര നേതൃത്വവും വംശീയതയും പൈശാചികതയും സമം ചേർത്ത് മൃഗീയതയുടെ താണ്ഡവമാടി രാജ്യത്ത് വെറുപ്പുൽപാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക ശക്തി ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാവരും ഇന്ന്
ഹമാസിന് ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ്, ഹമാസ് ചെയ്തതൊരു അപരാധമല്ലെന്ന് പറയുന്നിടത്തേക്ക് എത്തിയത് ഇത്തരം സമ്മേളനങ്ങൾ അവർക്ക് നൽകുന്ന ഊർജമാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും അധികമായി ഇനിയും നമ്മുടെ രാജ്യത്ത് വളർന്നു വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കണ്ട് വിറവുകൊണ്ടിട്ടാണ് കേന്ദ്രത്തിന്റെ മന്ത്രി വന്ന് പറയുന്നത്. ഇന്നലകളിൽ സംഭവം നടന്ന ഉടനെ ഇസ്രയേലിനോടൊപ്പം എന്ന് പറയാൻ ഒരു പ്രധാനമന്ത്രി സംഭവത്തിന്റെ നിജസ്ഥിതി എന്ത്, യാഥാർത്ഥ്യം എന്നൊന്നും അറിയാൻ കാത്തിരിക്കുക പോലും ചെയ്യാതെ ലോകത്തെ ഏറ്റവും വലിയ പൈശാചിക രാഷ്ട്രമായ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് തന്റെ ജീവിതകാലം മുഴുവൻ അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു രാജ്യത്തോടൊപ്പമാണ് എന്ന് തുറന്നു പറയാൻ തയ്യാറായ പ്രധാനമന്ത്രി ഇപ്പോൾ ഇസ്രയേലിനെതിരായി വോട്ട് ചെയ്യേണ്ടിടത്തേക്ക് എത്തിച്ചേർന്നത് ഒരു സമ്മർദ്ദത്തിന്റെ നിർബന്ധിതാവസ്ഥയിലാണെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ഇത്തരം സമ്മേളനങ്ങളുടെ പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടത്. ഇത് തുടരുക തന്നെ വേണം. അതുകൊണ്ട് കേരളം ഒന്ന് വ്യത്യസ്തമാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഭിന്നമായി കേരളത്തിന് അതിന്റെ തനതായ ഒരു മതേതര പാരമ്പര്യമുണ്ട്. സൗഹാർദ്ദത്തിൻ്റെതായ ഒരു ഇതിഹാസം ചമച്ച നാടാണിത്. അതുകൊണ്ട് കേരളം ഇനിയും ഞാനിവിടെ മഗ്‌രിബിന് ശേഷം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടിടത്ത് നിന്ന് ദൂരദിക്കിൽ നിന്ന് തിരുവനന്തപുരത്തിന്റെ മേഖലകളിൽ നിന്ന് എന്നെ വിളിച്ച് വലിയ പ്രതിഷേധ സമ്മേളനങ്ങളിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ കാട്ടുതീ പോലെ പടരുകയാണ് ഈ പ്രതിഷേധം. ഈ മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള ഈ ഐക്യദാർഢ്യം അധികാര കേന്ദ്രങ്ങളിൽ ഉൾക്കിടിലം സൃഷ്ടിക്കുന്നതിന്റെ പേരിലാണ് അവരുടെ മന്ത്രിമാർ കേരളത്തിൽ വന്ന് ഇനിയും ഇതുമായി നിങ്ങൾ മുന്നോട്ട് പോകരുതേ എന്ന് യാചിക്കുകയാണവർ. ഹമാസിന് എതിരായി അല്ലെങ്കിൽ ഫലസ്തീനെതിരായി അവർ പരിപാടിക്ക് ഇറങ്ങിയ കേരളത്തിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഇത്തരത്തിൽ ജനങ്ങളുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടുകൂടി കേരളത്തിൽ ജനങ്ങൾ ഫലസ്തീൻ അനുകൂല ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ മറുവശത്ത് അതിനെതിരെ ഐക്യദാർഢ്യ സമ്മേളനവുമായി രംഗത്ത് വരുമെന്ന് പറയുന്നത് ആരാ? ഏതെങ്കിലും ഒരു ഭീകര പ്രസ്ഥാനം ആണ് എന്ന് നാം പറഞ്ഞാലും ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ക്യാബിനറ്റിൽ അംഗമായ മന്ത്രി പറയുന്നു എന്ന് വന്നാൽ കലാപം മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നല്ലേ അതിനർത്ഥം? പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് മതമല്ലേ, ഫലസ്തീന്റെ പേരിലല്ലേ നിങ്ങൾ ഒച്ച വെച്ചുള്ളൂ, നിങ്ങൾ ഇതിനു മുമ്പ് നടന്നതിനെതിരിൽ മിണ്ടിയോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, മിണ്ടിയില്ലേ? നാം മിണ്ടിയവരല്ലേ? റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെതിരിൽ ഇവിടെ തെരുവിലിറങ്ങിയുള്ള ഒരു ഐക്യദാർഢ്യ ഒരു പ്രതിഷേധവും നടക്കാതിരുന്നപ്പോഴും ഈ വിനീതനടക്കമുള്ളവർ ജുമഅയിൽ എത്ര വട്ടം ഉക്രൈനികളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കുന്ന യുദ്ധത്തിന് തുടക്കമിട്ട റഷ്യയെ ശക്തമായി നാം അപലപിച്ചു. ഇപ്പോൾ സത്യത്തിൽ റഷ്യയും ഫലസ്തീൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെയുള്ള പ്രശ്നം വേറെ. ഞാൻ ചോദിക്കുന്നത്, നാം അത് പറഞ്ഞതല്ലേ? മുസ്ലിമിന്റെ പ്രശ്നത്തിലല്ല മുസ്ലിം സമുദായം ഇടപെടുന്നത്. ഞാൻ ഓർക്കുന്നു, ഒന്നല്ല എല്ലാ ജുമുഅ പ്രഭാഷണങ്ങളിലും നമ്മുടെ പണ്ഡിതന്മാർ ഒരു വട്ടമല്ലെങ്കിൽ പലവട്ടം നമ്മൾ ഉക്രൈൻ അനുകൂലമായി യുദ്ധം എത്രയും വേഗം ഒന്ന് അവസാനിപ്പിച്ചു കിട്ടണമെന്ന് നാം പ്രസംഗിക്കുന്നവരാണ്. നാം എപ്പോഴും നീതിയോടൊപ്പമാണ്, യുദ്ധത്തിനെതിരാണ്, സമാധാനത്തോടൊപ്പമാണ്. മണിപ്പൂർ പ്രശ്നം മുസ്ലിമിനെ ബാധിച്ച പ്രശ്നമാണോ? ആണോ? പക്ഷെ മണിപ്പൂരിൽ മാസങ്ങൾ പിന്നിട്ടിട്ടും മിണ്ടാതെ വാതുറക്കാതിരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരിൽ ഇവിടുത്തെ ക്രൈസ്തവ സമുദായം അവരുടെ മക്കളാണ് അവിടെ പിടഞ്ഞു വീണ് മരിക്കുന്നതെന്നറിഞ്ഞിട്ടും ബഹുമാന്യനായ മുരളീധരൻ പറഞ്ഞ പോലെ, MP പറഞ്ഞതുപോലെ അതിനെതിരിൽ ഏറ്റവും ശക്തമായി കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ ബഹുമാന്യരായ നേതാക്കന്മാരടക്കം അവിടെ പോയി ഇല്ലേ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഒരു മുസ്ലിമും മണിപ്പൂരിൽ കൊല്ലപ്പെട്ടപ്പോഴായിരുന്നില്ല അത്. എത്രയോ ജുമുഅ പ്രഭാഷണങ്ങളിൽ ഈ വിനീതനടക്കമുള്ള ഞങ്ങളുടെ പണ്ഡിതന്മാർ മണിപ്പൂരിലെ ഈ നിഷ്ഠൂര കൃത്യത്തിന് അറുതി വരണമെന്ന് ഞങ്ങൾ പ്രസംഗിച്ചവരാണ്. ഫലസ്തീൻ വന്നപ്പോൾ മാത്രം ജാതിയും മതവും നോക്കി പറയുന്നതല്ലിത് എന്ന് ഈ സന്ദർഭത്തിൽ അത്തരം തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് ശ്രമിക്കുന്നവരോട് നമുക്ക് തുറന്നു പറയേണ്ട ഒരു സമയമാണിത്.